പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് വാങ്ങേണ്ട ഏറ്റവും ബെസ്റ്റ് പെൻസിൽസ് ഏതാണെന്ന് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിൽ കണ്ടോ, ഇത് സാധാ ഒരു പെൻസിലാണ്. നോർമലി എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലിൽ HB എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. HB എന്നീ 2 ലെറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ആർട്ട് ലൈൻ എന്നുള്ള ബ്രാൻഡിൻ്റെ HB പെൻസിലാണ്. ഒരുപാട് ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡിൻ്റെ എടുത്താലും HB റേഞ്ചിൽ വലിയ ഡിഫറൻസ് പെൻസിൽ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു പെൻസിൽ HB പെൻസിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള പെൻസിൽസ് വേണമെങ്കിൽ വാങ്ങാം. അത് 2B ഉണ്ട്, അതുപോലെ തന്നെ ഒരു 6B പെൻസിൽ ഉണ്ടായാൽ നല്ലതായിരിക്കും. ഹെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡുകൾ കൊടുക്കാനായിട്ട് 8B അല്ലെങ്കിൽ 10B പോലുള്ള പെൻസിൽസ് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ബ്രിസ്ട്രോൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നതാണോ, ബ്രിസ്ട്രോ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. 12 പെൻസിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2H വരുന്നുണ്ട്, H വരുന്നുണ്ട്, HB, B, 2B, 3B, 4B, 5B, 6B, 7B, 8B, 10B. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലതവണ വാങ്ങിച്ചപ്പോഴും സെയിം ക്വാളിറ്റി തന്നെയായിരുന്നു. കണ്ടോ, വരച്ച് പെൻസിലെ പലതൊക്കെ തീർന്നൊക്കെ പോയിട്ടുണ്ട്. സ്റ്റെഡ്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്റ്റെഡ്ലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കും. സ്റ്റെഡ്ലറിൻ്റെ ഏത് പെൻസിൽ എപ്പോൾ വാങ്ങിച്ചാലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പ് ബ്രാൻഡ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെഡ്ലർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റിലുള്ളത് HB, 2B, 4B, 6B, 7B, 8B എന്നുള്ള പെൻസിൽസാണ്. അപ്പോൾ അത് വാങ്ങാം. കുറച്ചും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ഇതുപോലത്തെ 12 സെറ്റിൻ്റെ ഒക്കെ സ്റ്റെഡ്ലർ ബ്രാൻഡ് അവൈലബിൾ ആണ്. ഫേബർ കാസിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ബ്രാൻഡ് തന്നെയാണ്, നല്ല പെൻസിൽസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും അതും ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെറ്റ് കണ്ടോ, ഫേബർ കാസിലിൻ്റെ 9000 ആർട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെൻസിലാണ്. 12 പെൻസിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2H മുതൽ F എന്ന് പറയുന്നത് Hൻ്റെയും HBയുടെയും ഇടയിൽ വരുന്നൊരു ഗ്രേഡാണ് F എന്ന് പറഞ്ഞത്. പിന്നെ B, 2B, 3B, 4B, 5B, 6B, 7B, 8B ഇത്രയും പെൻസിൽസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഫേബർ കാസിൽ എന്നുള്ള ബ്രാൻഡ്. ഈ ഒരു ടൈപ്പ് ഓഫ് പെൻസിൽസിനെ ഇതിനെ പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് എന്നാണ് വിളിക്കുന്നത്. ചിത്രം വരച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലേസിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ തോന്നും. അത് ചിലപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ ഭംഗി കുറയ്ക്കുന്നതായിരിക്കും. വളരെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്ലേസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഭംഗി ചെറുതായിട്ട് കുറയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്ലേസിങ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പെൻസിലാണ്. മാറ്റായിട്ടുള്ള പെൻസിൽസാണ്. അധികം ഗ്ലേസിങ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഗ്ലേസിങ് ഇല്ല എന്നല്ല, നമ്മുടെ നോർമൽ സാധാ പെൻസിലിനേക്കാളും കുറച്ചൊന്ന് ഗ്ലേസിങ് കുറവായിരിക്കും. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.